ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സൗമ റംബ 5-ാം ഞായർ, വലിയ നോമ്പ് 5-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദശാസ്ത്രിമാരും ഫരിസയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ചുമത്താൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതായിരുന്നു. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. 2-3 കാര്യങ്ങൾ ആദ്യമേ പറയട്ടെ. നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് പല വിഖ്യാതമായ വ്യാഖ്യാനങ്ങളും കേട്ടിട്ടുണ്ട്. മിക്കവയും തെറ്റാണ്. വിഖ്യാതമായ മിക്ക വ്യാഖ്യാനങ്ങളും തെറ്റാണ്. അപ്പം എന്താണ് ശരിയായ വ്യാഖ്യാനം? ഇത് കേൾക്കുക, ഈ വീഡിയോ കേൾക്കുക. 2, എന്താണ് യേശു നിലത്ത് എഴുതിയത്? 3, ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികളിൽ ഈ സംഭവം ഇല്ല. അപ്പം ഇതെന്തുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളിൽ ഈ സംഭവം ഇല്ലാത്തത്? പിന്നെ ഈ സംഭവത്തിന്റെ ആധ്യാത്മിക ദൈവശാസ്ത്ര പ്രസക്തി എന്ത്? വിശേഷിച്ച് ഈ സൗമ റംബ കാലയളവിൽ പാതിനോമ്പായി. അപ്പം ഈ കാലയളവിൽ എന്താണ് ഈ സംഭവത്തിൻ്റെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞ നിരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം. 1, 4-ാം സുവിശേഷത്തിൻ്റെ 3-ാം ശതകത്തിന് മുമ്പുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ 3 ശതകങ്ങളിൽ സഭാപിതാക്കന്മാർ ഇക്കഥയുടെ വ്യാഖ്യാനം നൽകിയിട്ടുമില്ല. എന്നാൽ 3-ാം ശതകത്തിന് ശേഷമുള്ള സഭാപിതാക്കന്മാരായ ആഗസ്തീനോസും അംബ്രോസും ഒക്കെ ഈ സംഭവത്തെക്കുറിച്ച് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവശാസ്ത്രമോ ഭാഷയോ അല്ല ഈ സംഭവത്തിനുള്ളത്. യേശു പാപികളോട് കരുണ കാണിക്കുന്ന ധാരാളം സംഭവങ്ങൾ 3-ാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7:36-50, 8-ാമത്തെ അധ്യായം 1:3. മാത്രമല്ല 3-ാം സുവിശേഷം എന്ന് പറഞ്ഞാൽ ലൂക്കാസിന്റെ സുവിശേഷത്തിന്റെ ചില കയ്യെഴുത്ത് പ്രതികളിൽ ലൂക്കാസിന്റെ സുവിശേഷം 21:38 ശേഷം ഈ സംഭവമുണ്ട്. ലൂക്കാസ് 21:38 ശേഷം. അപ്പോൾ മിക്കവാറും ഇത് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അവസാനത്തെ അന്തിമ പാഠസംശോധകൻ, അതായത് പാഠസംയോജകൻ എന്നൊക്കെ പറയും, എഡിറ്റർ, ഈ 3-ാം സുവിശേഷത്തിലെ സംഭവം 4-ാം സുവിശേഷത്തിലേക്ക് പറിച്ചു നട്ടതായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ മാനുഷികമായി വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 8:15 നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയുമെന്നും അതേ അധ്യായത്തിലുണ്ട്, 8:46. ഈ സംഭവങ്ങൾക്ക് വളരെ ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഈ പാപിനിയായ സ്ത്രീയെ, വ്യഭിചാരിണിയെ പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്ന രംഗം. അതുകൊണ്ട് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ ഉണ്ടായിരുന്ന സംഗതി അവിടെ നിന്ന് എടുത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്തിമ പാഠസംശോധകൻ വെച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സഭയുടെ ഔദ്യോഗിക ബൈബിളായിട്ട് അംഗീകരിച്ചത് ലത്തീൻ സഭയുടെ വുൾഗാത്തയാണ്, ലത്തീൻ വുൾഗാത്ത. അതിലുള്ള ആ പാഠാന്തരത്തിലുള്ള എല്ലാ സംഗതികളും കാനോനികമാണെന്ന് ട്രെൻഡ് സൂനോദോസ് തീർപ്പ് കൽപ്പിച്ചു. അപ്പോൾ ആ പതിപ്പിൽ, അതായത് ലത്തീൻ വുൾഗാത്തയിൽ ഈ സംഭവം ഇവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളിൽ ലൂക്കാസിന്റെ സുവിശേഷത്തിലായിരുന്നെങ്കിൽ 4-ാം നൂറ്റാണ്ട് തൊട്ട് 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കയ്യെഴുത്ത് പ്രതികളിൽ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതങ്ങനെ തന്നെ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പൗരാണികതയല്ല സംശയിക്കുന്നത്, അത് എവിടെയായിരുന്നു, ലൂക്കാസിന്റെ സുവിശേഷത്തിലായിരുന്നോ അത് യോഹന്നാന്റെ സുവിശേഷത്തിലായിരുന്നോ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് ലൂക്കാസിന്റെ സുവിശേഷത്തിലായിരുന്നു, ലൂക്കാസ് 21:38 ശേഷം അത് അവിടെ നിന്നെടുത്ത് ഇവിടെ ചേർത്തതായിരിക്കാനാണ് സാധ്യത. അത് അന്തിമ എഡിറ്റർ. ഈ മനുഷ്യർ നടത്തുന്ന വിധി പ്രസ്താവവും ദൈവം നടത്തുന്ന ന്യായവിധിയും തമ്മിൽ ഉള്ളൊരു അന്തരം വളരെ പ്രകടമായി ചിത്രീകരിക്കുന്നുണ്ട് ഇവിടെ. അതേസമയം
നീതിയും ദൈവം ആവശ്യപ്പെടുന്ന നീതിയും ദൈവം ചൊരിയുന്ന കരുണയും തമ്മിൽ വളരെ ലോലമായൊരു സന്തുലിതാവസ്ഥയും ഈ സംഭവത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. പാപത്തെ തള്ളിപ്പറയുകയും പാപിയെ ആലിംഗനം ചെയ്യുന്ന ഒരു മാജിക്ക് കർത്താവ് കാണിച്ചു തരാണ്. പാപത്തെ തള്ളിപ്പറയുകയും പാപിയെ ആലിംഗനം ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട് അതിനകത്ത്. വേദശാസ്ത്രികൾ ഇതിനെ പറയുന്നത് ജീവശാസ്ത്രപരമായ തിരുമൊഴിക്കഥ എന്നാണ്. ഇപ്പൊ സീസറിന് നികുതി കൊടുക്കുന്ന ന്യായമോ എന്നൊക്കെ യേശുവിന് ചോദിച്ചല്ലോ. അങ്ങനെയുള്ളൊരു സംഭവം. അതായത് യേശുവിൻ്റെ ഒരു വളരെ ശക്തമായ ഒരു തിരുമൊഴി, ആ തിരുമൊഴി ഉണ്ടായ സന്ദർഭം, ജീവചരിത്രപരമായ സന്ദർഭം വർണ്ണിക്കുന്നു. എതിരാളികൾ യേശുവിനെ പൂട്ടാൻ ഒരു കെണി ഒരുക്കുന്നു. യേശുവാകട്ടെ ഒരു ശക്തമായ ജ്ഞാന സൂക്തത്തിലൂടെ ആ കെണിയുടെ പത്മവ്യൂഹം ഭേദിച്ച് പുറത്തു കടക്കുന്നു. മാത്രമല്ല, ആരാണോ എതിരാളികൾ കെണിയുമായി വന്നത് അവർ പെട്ടുപോകുന്നു. ഇതാണ് ഈ സംഭവം. അപ്പം നമുക്കിതിന് ഈ സംഭവത്തിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് കടക്കാം. അവൻ വീണ്ടും ദേവാലയത്തിൽ പഠിപ്പിക്കാൻ വന്നു. രംഗസജ്ജീകരണം ആണ് അതിലൂടെ നടക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ വ്യഭിചാര വൃത്തിയിൽ പിടിക്കപ്പെട്ടവള്. യെറൂസലേമിലായിരുന്നപ്പോഴൊക്കെ യേശു ദേവാലയത്തിൽ പോവുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ലൂക്കാസ് 21, 21:1, 21:37, 22:53. ദേവാലയം പ്രാർത്ഥനാലയം മാത്രമല്ല, മതബോധനാലയവുമാണ്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദിയാണ്. അവിടെയാണ് നമ്മൾ സത്യവിശ്വാസം പകർന്നു കൊടുക്കേണ്ടത്. ലിറ്റർജി പോലും ഈസ് എ പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ്. വചനത്തിൻ്റെ പ്രഖ്യാപനമാണ്, പ്രഘോഷണമാണ് ലിറ്റർജി. അപ്പോൾ അത് വെറും ഒരു പള്ളിപ്രസംഗമായിട്ട് മാറ്റരുത്. അവിടെ പ്രബോധനം കൊടുക്കണം. പ്രബോധനം. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ അച്ഛനെ തന്നെ പൊക്കി പറയാമെന്ന് പറയാവോ? ഞാൻ ഇരുന്ന എല്ലാ പള്ളികളിലും 7 മിനിറ്റ് 10 മിനിറ്റാണ് ഞാൻ ആദ്യം പ്രസംഗിച്ചിരുന്നത്. പക്ഷെ ഞാനിരുന്ന 5 പള്ളികളിലും ഒരൊറ്റ പള്ളിയിൽ പോലും വ്യത്യാസമില്ലാതെ അവർ മൂന്നാമത്തെ ആഴ്ച വരുമ്പം ജനങ്ങൾ തന്നെ പറയും, അച്ഛാ 10 മിനിറ്റ് പോരാ, കൂടുതലും പ്രസംഗിക്കണം. അങ്ങനെ ജനങ്ങൾ തന്നെ എന്നോട് ആവശ്യപ്പെടും. സാധാരണ എല്ലാ പള്ളികളിലല്ല, പല പള്ളികളിലും പ്രസംഗം കഴിഞ്ഞിട്ട് ആൾക്കാർ വരിക. നിങ്ങൾ ഞാനിരുന്ന പള്ളികളിൽ നിങ്ങൾ പോയി നോക്കി അന്വേഷിച്ചോളൂ. എനിക്ക് എതിരാളികളുണ്ടായിരുന്നു. അവർ പോലും കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പ്രസംഗം കേൾക്കാൻ വരുമായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ അവർ പോകും. പലയിടത്തും പ്രസംഗം കഴിഞ്ഞിട്ടാണ് വരിക. എൻ്റെ പ്രസംഗം കേൾക്കാൻ വരും, പ്രസംഗം കഴിയുമ്പോൾ അവർ പോകും ചെയ്യും. കുർബാന വേറെ പള്ളിയിൽ പോയി കാണും. എന്നോടുള്ള എതിർപ്പ് കൊണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തിരുന്നത്? ഞാൻ ഒറ്റ കഥയും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വചനം വ്യാഖ്യാനിക്കും. വചനം വ്യാഖ്യാനിക്കുമ്പോൾ ആർക്ക് എന്ത് കൊള്ളണമെന്ന് ദൈവം തീരുമാനിക്കും. വചനം വ്യാഖ്യാനിക്കുക, വചനം പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിരുന്ന എല്ലാ പള്ളിയിലും ഞാൻ ആദ്യം ചെയ്തത് 1 വർഷത്തോളം ലിറ്റർജിയെക്കുറിച്ച് പഠിപ്പിക്കും. ലിറ്റർജിയെക്കുറിച്ച് അത് കേൾക്കാനാണ് ആളുകൾ വരുന്നത്. പക്ഷെ ഞാൻ ബൈബിളിൽ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുകൊണ്ട് ബൈബിൾ ഫാദർ എന്നാണ് എന്നെ പലരും വിളിച്ചിരുന്നത്. എൻ്റെ പേര് പലർക്കും അറിയില്ലായിരുന്നു. ബൈബിൾ ഫാദർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനിത് പറഞ്ഞു വന്നത്, വചനം പ്രസംഗിക്കണം. നമ്മൾ ലിറ്റർജിയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പഠിപ്പിച്ച് ആളുകൾ ഈശോയെ കണ്ടുമുട്ടാൻ, അവനുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ നമ്മൾ വഴിയൊരുക്കണം. ഇതിപ്പോൾ നമ്മുടെ അച്ഛന്മാരുടെ പള്ളി പ്രസംഗങ്ങൾ പറഞ്ഞാൽ ആൾക്കാർക്ക് ദേഷ്യമാണ്. എന്നോട് തന്നെ പല അച്ഛന്മാരും വന്ന് ചോദിച്ചാൽ, നീ എങ്ങനെയാണ് പ്രസംഗിക്കണേ? എൻ്റെ അടുത്തൊരു എൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇടവക്കാർ പറഞ്ഞു, അച്ഛൻ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പള്ളി വരില്ല എന്ന്. നീ എങ്ങനെ പ്രസംഗിക്കണേ? ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രസംഗിക്കണമെന്നൊക്കെ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും? അച്ഛൻ വചനം പഠിക്കുക. ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റില്ല. വചനം പഠിക്കുക, അതിൻ്റെ വ്യാഖ്യാനം നോക്കുക, എന്നിട്ട് അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവൻ വചനം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയം ജ്വലിക്കണം. അപ്പോൾ ദേവാലയം പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാനുള്ള വേദിയല്ല. ലിറ്റർജി എന്ന് പറഞ്ഞാൽ പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ആണ്. അതും വചനവും പ്രസംഗിക്കാനുള്ള വേദിയാണ്. പ്രത്യയശാസ്ത്രം കൊടുക്കുന്നത് കൊണ്ടാണ് ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്. വചനം കൊടുത്താൽ അവർ വഴിതെറ്റിപ്പോകില്ല. അതുപോലെ ഈ പെന്തക്കോസ്ത, യഹോവ സാക്ഷികൾ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉണ്ടാകില്ല. വചനം കൊടുക്കണം, പ്രത്യയശാസ്ത്രമല്ല. നടുവിൽ നിർത്തി ഈ വ്യഭിചാരവൃത്തിയിൽ പിടിക്കപ്പെട്ടവളെ, കുറ്റം ആരോപിക്കപ്പെട്ട പ്രതി ന്യായവിസ്താര സമയത്ത് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി 4:7 കാണാം. എന്നിട്ട് നടുവിൽ നിർത്തിയിട്ട് അവരെന്താ പറഞ്ഞത്? ഇവൾ വ്യഭിചാര കർമ്മത്തിൽ നിന്ന് പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ 2 നിയമങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്: മറ്റൊരാളുടെ ഭാര്യയുമായി കിടക്ക പങ്കിടുന്നതുമായി ഒരാൾ പിടിക്കപ്പെട്ടാൽ 2 പേരെയും അവളോടൊപ്പം കിടന്ന പുരുഷനെയും അവളെയും കൊല്ലണം.
അങ്ങനെ ഈ തിന്മ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യണം. നിയമാവർത്തനം 22:22. മറ്റൊരാളുടെ ഭാര്യയുമായി കിടക്ക പങ്കിടുന്നതുമായി ഒരാൾ പിടിക്കപ്പെട്ടാൽ, ഈ നിയമം ഇപ്പിയായിരുന്നെങ്കിൽ നമ്മുടെ മന്ത്രിമാരെ ചിലരൊക്കെ ഇപ്പോൾ കൊല്ലപ്പെട്ടനെ കേട്ടോ. ഇസ്രായേലിലെ തിന്മ, വ്യഭിചാരം എന്ന തിന്മ ഇല്ലാണ്ടാക്കാൻ വധശിക്ഷയാണ്, മരണശിക്ഷയാണ് വിധിച്ചിരുന്നത്. നിയമാവർത്തനം 22:22. മറ്റൊരു നിയമം എങ്ങനെയാണ്? ഒരാൾ വിവാഹം ചെയ്യുമെന്ന് മനസ്സമ്മതം നൽകിയ കന്യകയായ ഒരു യുവതി നഗരത്തിൽ വെച്ച് മറ്റൊരു പുരുഷനെ കാണുകയും അവൻ അവളോടൊത്ത് ശയിക്കുകയും ചെയ്താൽ 2 പേരെയും നഗര കവാടത്തിൽ കൊണ്ടുവരികയും 2 പേരെയും കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ ആ പുരുഷനെയും വധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കം ചെയ്യണം. നിയമാവർത്തനം 22 വേഴ്സ് 23 മുതൽ 24. അവിവാഹിത 2 പേർ തമ്മിലുള്ള അവിഹിത ബന്ധത്തെ പരസംഗത പറയാം, ഫോർണിക്കേഷൻ. അവരിൽ ഒരാളെങ്കിലും വിവാഹം കഴിഞ്ഞ ആളാണെങ്കിൽ അതിന് വ്യഭിചാരം എന്ന് പറയും. വേറൊരാളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനാൽ വ്യഭിചാരം പരസംഗത്തെക്കാൾ ഗൗരവമേറിയ കുറ്റമാണ്. പരസംഗത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒരുപക്ഷെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. 2 അവിവാഹിതർ തമ്മിലുള്ള അവിഹിതമാണ്. അത്രയൊരു സാധ്യത വ്യഭിചാരത്തിലില്ല. കാരണം ഒരാൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ വിലക്കപ്പെട്ട രക്തബന്ധത്തിലുള്ള ഒരാളുമായിട്ടാണ് ബന്ധമെങ്കിൽ അതിനെ അഗമ്യ ഗമനം, ഇൻസെസ്റ്റ് എന്ന് പറയും. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരെ കൊല്ലണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കൊല്ലണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നാണ് പല ന്യായാധിപന്മാരും വിധിക്കാറുള്ളത്. ഇക്കഥയിലെ സ്ത്രീ കന്യകയായ യുവതിയാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യുത വിവാഹം കഴിഞ്ഞവളും എന്നാൽ ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുമായി കിടക്ക പങ്കിട്ടവളുമാണ്. ലൈംഗിക സംഭോഗത്തിനിടയിൽ പിടിക്കപ്പെടുകയാണ്. റെഡ് ഹാൻഡഡ് എന്ന് പറയില്ലേ. ഷി വാസ് കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൾട്ടറി. ഇപ്പം ഇന്നലെയാണ് പറഞ്ഞില്ലേ, വേറൊരാൾ കൂടെ കിടക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്തു. ഭർത്താവ് വേറെ സ്ത്രീയമ്മര് കിടക്കുന്നത് ഭാര്യ ഫോട്ടോ എടുത്തു. ഹി വാസ് കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൾട്ടറി. കയ്യോടെ പിടികൂടി. അത് 2 സാക്ഷികൾ കാണുകയും ചെയ്തിരിക്കണം. നിയമാവർത്തനം 19:15. മതനിയമം അനുസരിച്ച് 2 പേരെയും, സ്ത്രീയെയും പുരുഷനെയും വധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ പുരുഷൻ രക്ഷപ്പെട്ട് കളഞ്ഞു. അല്ലെങ്കിൽ യേശുവിനെ പരീക്ഷിക്കാൻ ഒരാളെ കൊണ്ടുവന്നാൽ മതി എന്നവർ തീരുമാനിച്ചു. 2 പേരും വേണ്ട. അവർ കൊല്ലാനൊന്നല്ല, യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള വന്നിരിക്കുന്നത്. അവർ അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിയമം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് യേശുവിൽ നിന്ന് ഉപദേശം തേടുകയല്ല ഫരിസയര്. യേശുവിൽ കുറ്റം ആരോപിക്കാനോ യേശുവിനെ വിശുദ്ധിക്കാൻ കൊള്ളില്ലെന്ന് വരുത്തി തീർക്കാനോ ഒരു ശ്രമം നടത്തുകയാണ് ഈ ഫരിസയര് അല്ലെങ്കിൽ എതിരാളികൾ. അവർ ഒരുക്കിയിരിക്കുന്ന കെണി എന്താണ്? അവർ ഒരുക്കിയിരുന്ന കെണി, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ യേശു കൽപ്പനയിട്ടാൽ അവനെതിരെ റോമായുടെ ഭരണാധിപന്മാരോട് പരാതിപ്പെടാം. അവൻ നിയമം കയ്യിലെടുത്തുവെന്ന് ആരോപിക്കാം. കാരണം വധശിക്ഷ വിധിക്കാനുള്ള അധികാരം യഹൂദരിൽ നിന്ന് എടുത്തു മാറ്റി റോമാക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:31 അത് പറയുന്നുണ്ട്. ആരെയും കൊല്ലാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് യഹൂദ മത മേധാവികൾ പറയുന്നുണ്ട്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാലോ മോശയുടെ ന്യായപ്രമാണത്തിനെതിരെ നിലപാടെടുക്കുന്ന കള്ള മിശികയാണെന്ന് മുദ്രകുത്താം. കാരണം വധശിക്ഷ നൽകേണ്ട കുറ്റകൃത്യമായി വ്യഭിചാരത്തെ മോശയുടെ ന്യായപ്രമാണം വർഗീകരിച്ചിരുന്നു. ലേവ്യർ 20:10, നിയമാവർത്തനം 22:22. ഇതൊക്കെ ഇങ്ങനെ ആരോപിക്കുമ്പോൾ യേശു എന്താ ചെയ്തത്? യേശു എഴുതിക്കൊണ്ടിരുന്നു. അവൻ പ്രബോധനം നിർത്തിയിട്ട് എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്തെങ്കിലും എഴുതി എന്ന് രേഖപ്പെടുത്തുന്ന ഏക തിരുവചനമാണിത്. യോഹന്നാൻ 8:6, 8:8 2 പ്രാവശ്യം വീണ്ടും കുനിഞ്ഞ് എഴുതി എന്ന് പറയുന്നുണ്ട്. യേശു എന്താണ് നിലത്ത് എഴുതിയതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമല്ലാത്തത് കൊണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ കൗതുകം തീരുന്നില്ലല്ലോ. അപ്പോൾ ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ പല പല നിർദ്ദേശങ്ങളുണ്ടാകാം. യേശു എന്താണ് എഴുതിയതെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല വാസ്തവത്തിൽ. എന്നാലും എഴുതിക്കൊണ്ടിരുന്നു. അത് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൗതുകം. അപ്പോൾ ഈ കൗതുകത്തിന് പല വേദശാസ്ത്രങ്ങളും പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനും സൂചിപ്പിക്കാം, നമ്മുടെ കൗതുകം തീരണല്ലോ. പഴയ നിയമത്തിൽ ദൈവം കല്ലിലാണ് രേഖപ്പെടുത്തിയത്. അത് മായ്ക്കാൻ പറ്റില്ല. കൽപ്പനകൾ അങ്ങനെയാണല്ലോ, ദൈവകൽപ്പനകൾ. പുതിയ നിയമത്തിൽ യേശു നമ്മുടെ പാപങ്ങൾ മണലിൽ എഴുതിയിട്ട് അതങ്ങ് മായ്ച്ചു കളഞ്ഞു. നമ്മുടെ പാപങ്ങൾ ഓർത്തിരിക്കാൻ അവന് ഇഷ്ടമില്ലെന്നർത്ഥം. ഒരു സാധ്യത. 2, യെരമ്യാ പ്രവാചന ഗ്രന്ഥത്തിലൊരു തിരുവഴുത്താണത്രേ യേശു നിലത്ത് എഴുതിയത്. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും, കാരണം അവർ കർത്താവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. യെരമ്യ 17:13. ജീവജലമായ യേശുവിനെ ഉപേക്ഷിച്ച ഫരിസയര് ഈ ഗണത്തിൽപ്പെടുന്നു. സഭാപിതാക്കന്മാർ പലരും ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. യേശുവിന്റെ പ്രവൃത്തിയെ സ്വാധീനിച്ചത് ഈ തിരുലിഖിതമായിരിക്കാം. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും, കാരണം അവർ കർത്താവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. 3-മത്തെ ഒരു സാധ്യത, റോമൻ കോടതികളിൽ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച്
പ്രാഡിവാകൻ എന്ന് വെച്ചാൽ ജഡ്ജി ആദ്യം വിധി പ്രസ്താവം എഴുതണം, എന്നിട്ടത് വായിക്കണം. യേശു ആ പതിവ് പാലിച്ചതായിരിക്കാം. 4, പുറപ്പാട് 23:7 വേറൊരു വചനമുണ്ട്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഈ വചനമാണ് യേശു എഴുതിയത്. അതായിരിക്കാം. ഇപ്പം നമുക്കറിയാലോ, നമ്മളിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില വളരെ തലപ്പത്തിരിക്കുന്ന ആളുകൾ കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാർക്ക് കൂട്ടുനിൽക്കുന്നു, ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്ന മുന്നേറ്റക്കാരോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കുന്നു. കർത്താവ് അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടാവണം ഇന്നും. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കുന്ന, ഭൂരിപക്ഷം വരുന്നു എന്ന് വിചാരിക്കുന്ന മുന്നേറ്റക്കാരോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കുന്നവരുടെ പേരുകളായിരിക്കാം കർത്താവ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. 5-മത്തെ ഒരു സാധ്യത, ഒരു തീരുമാനം എടുക്കാനായി യേശു ചിന്തയാണ്ടതായിരിക്കാം. ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ചൊന്നുമല്ല, ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ ആയിരിക്കാം. 6, ചുറ്റും നിന്നവരുടെ പാപങ്ങളാണ് എഴുതിയതെന്നാണ്. ചുറ്റും നിന്നവരുടെ പാപങ്ങൾ. ഞാൻ വേറൊരു ആശയം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കത്തഗ്രാഫോ എന്നാണ് ഗ്രീക്ക്. അതിന് ചിത്രം എഴുതുക എന്നും അർത്ഥമുണ്ട്. ഗ്രാഫോ എഴുതുക, കത്തഗ്രാഫോ ചിത്രം എഴുതുക, അങ്ങനെ അർത്ഥമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ഒരു തെക്തോൻ, ഒരു ശില്പിയായിരുന്നു, ആശാരിയായിരുന്നു, തച്ചനായിരുന്നു. അപ്പോൾ ആശാരിമാരെല്ലാം കലാകാരന്മാരാണ്. അപ്പോൾ ഈ എത്ര നല്ല പെരുന്തച്ഛനൊക്കെ സ്റ്റാച്യു ഉണ്ടാക്കില്ലേ, പെരുന്തച്ഛൻ്റെ മോനൊക്കെ സ്റ്റാച്യു ഉണ്ടാക്കും. അപ്പോൾ കർത്താവ് നല്ലൊരു കലാകാരനാണ്, സൗന്ദര്യം ആസ്വദിച്ചിരുന്നവനാണ്. ഈ സ്ത്രീ വളരെ സുന്ദരിയാണ്, അവൻ്റെ കണ്ണുകൾ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ നിൽക്കുകയാണ്. കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, മണലിൽ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ കടൽ തീരത്തൊക്കെ നമ്മൾ സ്കൾപ്ചർ ഉണ്ടാക്കില്ലേ, ഈ മോഡൽ, ഈ സ്ത്രീയെ മോഡലാക്കിയിട്ട് ഇങ്ങനെ സ്കൾപ്ചർ ചെയ്യുകയാണ്. സാധ്യതയുണ്ട്. പക്ഷെ ഇവരിങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തു, നീ എന്ത് പറയുന്നു. അപ്പോൾ അവന് ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ എഴുന്നേറ്റ്, ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ, കല്ലെറിഞ്ഞ് കൊല്ലണം, വിധി നടപ്പാക്ക്, കല്ലെറിഞ്ഞ് കൊല്ലുകളെ, കല്ലെറിഞ്ഞ് കൊല്ല്. പക്ഷെ ആദ്യത്തെ കല്ല് പാപം ചെയ്യാത്തവനായിരിക്കണം. വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ് 8-മത്തെ വാചകത്തിൽ, അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഏതാണ്ട് ഇവിടെ വരെ തീർന്നുള്ളൂ ഈ സ്കൾപ്ചർ, ബാക്കിയുള്ളവരോടും തീരാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണ് അവന്. ഇഷ്ടംപോലെ സമയം കിട്ടി, കാരണം മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടുന്ന. അപ്പോൾ കർത്താവിന് ഈ സ്റ്റാച്ചു തീർക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഈ ഉണ്ടാക്കിയ സ്റ്റാച്ചുവും ഈ മോഡലിൽ നോക്കുകയാണ്, ഈ സ്ത്രീയെ നോക്കുകയാണ്, പ്രപ്പോർഷനൊക്കെ ശരിയായോ, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്തോ. അപ്പോഴാണ് കർത്താവിന് വിസ്മയം തോന്നിയത്. കർത്താവ് ചോദിച്ചു, വേറെ ആർദേ, അവരൊക്കെ എന്തേ? ചിലപ്പോൾ അവരിങ്ങനെ കല്ലും പിടിച്ചിട്ട് നിൽക്കുന്നതൊക്കെ കർത്താവിനിങ്ങനെ സ്കൾപ്ചർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? വേറെ ആർദേ, നോബഡി കണ്ടംഡ് ചെയ്യും, അവരൊക്കെ എന്തേ, ആരും തന്നെ വിധിച്ചില്ലേ? ആ സ്ത്രീ വിക്കി പറഞ്ഞു കാണണം, നോ സർ, ആരും എന്നെ വിധിച്ചില്ല. കർത്താവ് പറയാണ്, ഞാനും തന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. അവൻ്റെ വാക്കെന്തായിരുന്നു? പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അങ്ങനെയാണെങ്കിൽ കർത്താവിന് കല്ലെറിയാമായിരുന്നല്ലോ, കർത്താവ് പാപമില്ലാത്തവനല്ലേ. പാപമില്ലാത്ത കർത്താവാണ് കല്ലെറിയേണ്ടത്. പക്ഷെ അവനാണ് ഇവളെ ആലിംഗനം ചെയ്ത് ഇവരിൽ നിന്ന് രക്ഷിക്കുന്നത്. ആ ആലിംഗനത്തിൽ, ആ വാത്സല്യത്തിൽ, ആ സ്നേഹത്തിൽ, ആ കാരുണ്യത്തിൽ അവളുടെ പാപങ്ങൾ അലിഞ്ഞു പോകുക മാത്രമല്ല, അവൾക്ക് പിന്നീട് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റാത്ത വിധം അത്രയും വലിയ സ്നേഹത്തെയാണ് അവൾ കണ്ടുമുട്ടിയത്. കർത്താവ് കാണുന്നത് നമ്മുടെ പാപമല്ല, സൗന്ദര്യമാണ്. പക്ഷേ മേലിൽ പാപം ചെയ്യരുതെന്ന് നാം പറയുന്നുണ്ട്. അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കാം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പാപികളെയും കർത്താവ് സ്നേഹിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ എപ്പോഴും പാപം ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പാപം ചെയ്യരുതെന്നാണ് അവൻ പറഞ്ഞത്. പാപം ചെയ്യരുത്. ധാർമ്മികമായിട്ട് നോക്കിയാൽ മറ്റുള്ളവരുടെ തെറ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും പിമ്പും നാം വിനയത്തോടെ കുനിയണമെന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു 2 പ്രാവശ്യം കുനിഞ്ഞു, നിലത്തെഴുതി. ഇത് നാം ശീലിച്ചാൽ മറ്റുള്ളവരുടെ അനീതിയോടെയും കാരുണ്യമില്ലാതെയും പെരുമാറാതിരിക്കാൻ കഴിയും എന്നാണ് വിശുദ്ധ ബീഡ് പറഞ്ഞത്. മറ്റുള്ളവരുടെ തെറ്റുകളെ കൈകാര്യം ചെയ്തതിന് മുമ്പും പിമ്പും നാം വിനയത്തോടെ കുനിയണമെന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു 2 പ്രാവശ്യം കുനിഞ്ഞു, ധാർമ്മികമായി നോക്കിയാൽ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാം. പാപമില്ലാത്തവൻ, ആദ്യത്തെ കല്ലെറിയുന്നത് പാപമില്ലാത്തവനായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, പ്രശസ്തമായ പല വ്യാഖ്യാനങ്ങളും ശരിയല്ല. കാരണം അതെല്ലാം ഫരിസർ ഒരുക്കിയ കെണിയിൽ യേശു ഉൾപ്പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞത്, അല്ലാതെ എൻ്റെ അഹങ്കാരം കൊണ്ടല്ല. ഒന്നാമത്തത്, സാധാരണ നമ്മൾ വ്യാഖ്യാനം കേൾക്കുന്ന വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറയാം. വ്യഭിചാരത്തിന് മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധിയെ യേശു തകിടം മറിക്കുകയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. വ്യഭിചാരത്തിന് മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിക്കുന്ന വിധിയുണ്ടല്ലോ, അതിനെ
കർത്താവും തകിടം മറിച്ചു, വിപ്ലവകാരിയാണല്ലോ അവൻ എന്നൊക്കെയാണ് വ്യാഖ്യാനം. അങ്ങനെയായിരുന്നെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിനെതിരെ പഠിപ്പിക്കുന്ന വ്യാജ മിശികയാണ് യേശു എന്ന് ഫരിസയർ ആരോപണം ഉന്നയിച്ചേനെ. അതുണ്ടായില്ലല്ലോ. അതാണ് അവരെ കെണി. നീ എന്ത് പറയണു? വധശിക്ഷ വിധിക്കേണ്ടെന്ന് പറഞ്ഞാൽ മോശക്കയുടെ പ്രാണത്തിനെതിരെ വരുന്ന വ്യാജ മിശിക, കള്ള മിശിക എന്നായിട്ട് വരും. അതുണ്ടായില്ല. മാത്രമല്ല, വധശിക്ഷയുടെ നിയമവശത്തിലേക്ക് യേശു തിരിയുന്നതേ ഇല്ല. വധശിക്ഷയെക്കുറിച്ചുള്ള ആ ചർച്ച അവിടെ വരുന്നില്ല. അതിന്റെ ആ നിയമവശത്തിലേക്ക് അർത്ഥം കടക്കുന്ന പോലും ഇല്ല. യേശു അവരെ കെണിയിൽ നിന്ന് തെന്നിമാറ് ചെയ്തത്. ഇപ്പോഴും ചില ആളുകൾ പറയും അത് പഴയ നിയമത്തിന്റെ രീതിയാണ്. കർത്താവ് പഴയ നിയമം റദ്ദാക്കാനല്ല വന്നത്, മോശയുടെ നിയമം റദ്ദാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ്. അതിൽ പോരായ്മകളുണ്ടായിരുന്നു, അത് പൂർത്തിയാക്കണം. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പൂർത്തിയാക്കണം. അതുകൊണ്ട് മോശയുടെ നിയമം, ഈ മോശ വിധിച്ച ആ വിധിയെ മറികടക്കാൻ യേശു ശ്രമിച്ചു, അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു വിപ്ലവം കർത്താവ് ചെയ്തു എന്നൊന്നും വ്യാഖ്യാനിക്കരുത്. തെറ്റാണ്, അത് ശരിയല്ല. 2, വ്യഭിചാരക്കുറ്റം ആരോപിച്ച പെണ്ണിനെതിരെ സാക്ഷികൾ ഹാജരില്ലാത്തതിനാലും സാക്ഷിമൊഴികൾ ഇല്ലാത്തതിനാലും അവളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടുവെന്ന് മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്നു. സാക്ഷികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മോശെ. സാക്ഷികൾ ഹാജരല്ല, സാക്ഷിമൊഴികളില്ല. ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആദ്യം കല്ലേറേണ്ടത് സംഭവത്തിന് ദൃക്സാക്ഷികളായ വ്യക്തികളായിരിക്കണമെന്ന് മോശ കൽപ്പിച്ചിരുന്നു. നിയമാവർത്തനം 17:7. ദൃക്സാക്ഷികളാണ് ആദ്യം കല്ലെറിയേണ്ടത്. വിധി നടപ്പാക്കേണ്ടത് സാക്ഷികളാണ്. ഈ സംഭവത്തിന് സാക്ഷികളുണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കൂ എന്നാണ് അത്ര യേശു പറഞ്ഞത്. അതാണ് ഒരു വ്യാഖ്യാനം. അതും ശരിയല്ല. ഒന്ന്, കാരണം യേശു വിധിവാദം ഉച്ചരിച്ച സമയത്ത് ആ സാക്ഷികള് വ്യഭിചാരണിയെ കയ്യോടെ പൊക്കിയവർ തന്നെ അവിടെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ യേശു പെട്ടുപോയാനല്ലേ? യേശു പെട്ടുപോയാനെ സാക്ഷികളുടെ ഹാജരുണ്ടായിരുന്നെങ്കിൽ. മാത്രമല്ല, കല്ലെറിഞ്ഞുള്ള വധശിക്ഷ എന്ന രീതി യേശു അംഗീകരിച്ചെന്നും വരില്ലേ? അപ്പൊ ആ വ്യാഖ്യാനം ശരിയാകില്ല. അതായത് ഈ പെണ്ണിനെതിരെ സാക്ഷികൾ ഹാജരില്ലാത്തതിനാലും സാക്ഷിമൊഴികൾ ഇല്ലാത്തത് കൊണ്ടുമാണ് യേശു പറഞ്ഞത്. അത് ശരിയാകില്ല, ആ വ്യാഖ്യാനം ശരിയാകില്ല. 3, ആ സ്ത്രീയുടെ പുരുഷ പങ്കാളി ഹാജരല്ലാത്തതിനാൽ കുറ്റം ആരോപിക്കുന്ന നിയമപ്രക്രിയ തന്നെ നിർത്തിവെക്കാൻ യേശു ആവശ്യപ്പെട്ടെന്ന വ്യാഖ്യാനം. അതായത് 2 പേരും കൊല്ലണമെന്നാണ്, പക്ഷെ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ, മറ്റാളെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിയമപ്രക്രിയ തന്നെ നിർത്തിവെക്കാൻ യേശു ആവശ്യപ്പെട്ടെന്നാണ് 3ാമതൊരു വ്യാഖ്യാനം. ഇതും ശരിയല്ല. ഒന്നാമതായി, പുരുഷ പങ്കാളി ആരാണ് എവിടെയാണ് എന്നറിയാതെ തന്നെ സൂസന്നയെ വ്യാജമായ വ്യഭിചാരം കുറ്റം ചാർത്തി വിധി പ്രസ്താവിക്കുന്നതായി പഴയ നിയമത്തിൽ കീഴ്വഴക്കമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 13ാമത്തെ അധ്യായം. പിന്നെ ആ പുരുഷ പങ്കാളിയെ കണ്ടെത്തിയാൽ യേശു കല്ലെറിഞ്ഞുള്ള വധശിക്ഷയെ അംഗീകരിച്ചെന്നും വരില്ലേ? ഇവയൊന്നും ശരിയല്ലെങ്കിൽ, ഈ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ലെങ്കിൽ പിന്നെ എന്താണ് യേശുവിൻ്റെ അന്തിമ വിധി, അല്ലെങ്കിൽ യേശുവിൻ്റെ വിധിയുടെ അർത്ഥം എന്താണ്? 1, യേശു കെണിയിൽ നിന്ന് സമർത്ഥമായി തലയൂരുന്നു. അവൻ കല്ലെറിഞ്ഞുള്ള വധശിക്ഷ ശരിയെന്ന് വിധിക്കുന്നില്ല. നിയമം കയ്യിലെടുത്തുന്ന ആരോപണം യേശുവിനെതിരെ ഉന്നയിക്കാമെന്ന ഫരിസയരുടെ പദ്ധതി പൊളിയുന്നു. പിന്നെ മോശയുടെ നിയമത്തിനെതിരെ സംസാരിക്കുന്നുമില്ല. മോശയുടെ നിയമത്തെ അസ്ഥിരപ്പെടുത്തിയ വ്യാജ മിശിക എന്ന് ആരോപിക്കാനുള്ള സാധ്യതയും മങ്ങി. സമർത്ഥമായിട്ടാണ് കർത്താവ് അതിൽ നിന്ന് ഈ തലയൂരുന്നത്. 2, നിയമം കയ്യിലെടുത്തു എന്നുള്ള ആരോപണത്തിൽ ആ കെണിയിൽ വീണില്ല. മോശയുടെ നിയമം ലംഘിച്ചു എന്നുള്ള ആരോപണത്തിൽ പെട്ടില്ല. യേശുവിനെ കെണിയിൽ കുരുക്കാൻ വന്ന ഫരിസയര് ആ കെണിയിൽ അകപ്പെട്ടും ചെയ്തു. തങ്ങൾ പാപികളല്ലെന്ന് ഫരിസയർ സ്വയം കരുതിയിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടല്ലോ. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിയമത്തിനുള്ളിൽ പാപമില്ലാത്തവനാണ് ഞാൻ. പൗലോസിനെ പോലെ കണക്കാക്കാം. അതിനാൽ വ്യഭിചാരണിയെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നവർ കരുതി. പക്ഷേ അവർ അവളെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ റോമായുടെ നിയമം കയ്യിലെടുത്തതിന് അവർ തന്നെ കുറ്റക്കാരാകും. നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പാപമില്ലാത്തവരെന്ന് കരുതി അവർ കല്ലെറിഞ്ഞിരുന്നെങ്കിലോ? റോമൻ സാമ്രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തതിന് ഫരിസയർ പെട്ടുപോകും. അക്കൂട്ടത്തിൽ യേശു ഉൾപ്പെടില്ല. ഫരിസയർ പാപമില്ലാത്തവരാണെന്ന് യേശു കരുതുന്നില്ല. വ്യഭിചാരിണി കല്ലെറിഞ്ഞ് കൊല്ലാൻ യേശു കൽപ്പിച്ചുവെന്നോ റോമായുടെ നിയമം കയ്യിലെടുത്തതെന്നോ ആരോപിക്കാൻ അവർക്ക് പഴുതില്ലാതെ പോയി. മറുവശത്ത് ഈ വ്യഭിചാരിണിയെ കല്ലെറിയാതെ വിട്ടു പോകുന്നതിനാൽ മോശയുടെ നിയമം അവർ പാലിച്ചിട്ടില്ല. അവരെന്താണ് യേശുവിന് വേണ്ടി ഒരുക്കിയത് ആ കെണിയിൽ അവർ വീണു. അവർ കല്ലെറിഞ്ഞില്ല. അപ്പൊ മോശയുടെ നിയമം അവർ പാലിക്കുന്നില്ലല്ലോ. യേശു മോശയുടെ നിയമം പാലിക്കുന്ന കള്ളമിശികാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നവര് ഇപ്പോ അവര് തന്നെ കള്ള പ്രബോധകരായില്ലേ, വ്യാജ പ്രബോധകരായില്ലേ?
മോശയുടെ ന്യായപ്രമാണം അവർ ബഹുമാനിച്ചില്ലല്ലോ, ആദരിച്ചില്ലല്ലോ. അപ്പോൾ സ്വയം പാപികളെന്ന് പ്രഖ്യാപിച്ചു. അവർ തങ്ങൾ പാപികളെന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ചില ഉപപാഠങ്ങളുണ്ട് ഇതിനകത്ത്. വിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരുടെയെങ്കിലും മനസാക്ഷി അനുവദിക്കുന്നുണ്ടോ? പാപം ചെയ്ത ആരാണുള്ളത്? പാപം ചെയ്തവരെല്ലാം കൊന്നുകളയാൻ പറ്റുമോ? ഇപ്പം നമ്മളൊരു വിധി പ്രസ്താവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കോടതിയിലൊക്കെ വരുമ്പോഴും, കോടതി എന്ന് പറഞ്ഞ മനുഷ്യരാണ്, അവരുടെ മുമ്പിൽ വരുന്ന വിധികളുടെയും സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രസ്താവിക്കാമെന്നല്ലാതെ ശരിക്കും സത്യമായി വിധി പ്രസ്താവിക്കാൻ പറ്റുമോ? നിയമവും നീതിയും ഒന്നല്ലല്ലോ. നിയമം പറയുന്നത് ഒന്ന്, നീതി വേറെ ഒന്ന്, സത്യം വേറെ ഒന്ന്. പക്ഷെ മാനുഷികമായിട്ട് നമുക്കതേ സാധ്യമുള്ളൂ. പിന്നെ ഒരു പ്രശ്നത്തെയും നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണരുതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. എല്ലാ സംഭവങ്ങൾക്കും വൈവിധ്യമാർന്ന മാനങ്ങളുണ്ട്, ചക്രവാളങ്ങളുണ്ട്. പ്രശ്നത്തെ സമഗ്രതയിൽ സംവീക്ഷണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ തെറ്റ് എന്ന് നാം വിധിക്കുന്ന പലതും നമ്മുടെ തെറ്റുകൊണ്ട് വന്നതാകാമെന്നും യേശു പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അവസാനം മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി വിട്ടുപോയെന്നാണ്. ഈ യേശുവിൻ്റെ മറുപടിയുടെ ഉജ്ജ്വലത തിരിച്ചറിഞ്ഞത് ജ്ഞാനികളാണ്. ആ ജ്ഞാനികൾ ആദ്യം സ്ഥലം വിട്ടു. പക്ഷേ ആ ജ്ഞാനികൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നിരിക്കാം. ഏറ്റവും വലിയ പാപികൾ അവരാ. പ്രായത്തിൽ വളർന്നതോടൊപ്പം പക്വതയിലല്ല അവർ വളർന്നത്, പാപത്തിലാണ് വളർന്നത്. പ്രായത്തിൽ വളർന്നപ്പോൾ പാപത്തിലും വളർന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാപമുള്ളവർ ഏറ്റവും ആദ്യം പോയി. ഇനിയാണ് നീതിയും കരുണയും തമ്മിലുള്ള കൂടിക്കാഴ്ച. കർത്താവ് ഈ സ്ത്രീയോട് പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പ്രാടിവാഹനായ യേശുവിൻ്റെ വിധി പ്രസ്താവം അനുസരിച്ച് വ്യഭിചാരിണിയെ കല്ലെറിയാൻ യോഗ്യത ഉണ്ടായിരുന്ന ഏക വ്യക്തി യേശുവാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവൻ അവളെ കുറ്റം വിധിക്കുകയോ കുറ്റവിമുക്തയാക്കുകയോ ചെയ്യുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ, നീ കുറ്റക്കാരിയല്ലെന്നൊന്നും പറഞ്ഞില്ല. അവളെ വധിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ യേശു ഇല്ല. ദൈവം എന്ന നിലയിൽ യേശു അവളുടെ പാപം ക്ഷമിക്കുകയാണ്. പക്ഷേ നീ പാപിനിയല്ല എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. നീ പാപം ചെയ്തിട്ടുണ്ട്, പാപിനിയുമാണ്. പക്ഷെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് മേലിൽ പാപം ചെയ്യരുത്. വ്യഭിചാരുടെ ഭൂതകാല പാപങ്ങൾ ക്ഷമിച്ച കർത്താവ് ഭാവിയിൽ നിർമ്മലമായ ജീവിതം നയിക്കാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. ഇതേ കാര്യം ഈ ബെഥസ്ത കുളക്കരയിൽ 38 വർഷം പാരാലിസിസ് പിടിച്ച് കിടന്നില്ലേ, തളർവാദം അവനോട് പറയുന്നുണ്ട്, മേലിൽ കൂടുതൽ മോശം സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 5:14. അതന്നെ ഇവിടെയും പറയുന്നത്. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു, അത് ഭൂതകാലമാണ്. ഇനി ഭാവി കിടപ്പുണ്ട്. ആ ഭാവിയിൽ നിർമ്മലരായി ജീവിക്കുക. ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ച പാപിനി ഇനി മുതൽ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് യേശു വെളിപ്പെടുത്തി. കാരുണ്യവും നീതിയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുകയാണ് യേശു. പാപത്തെ ശപിക്കുന്നതിൽ നീതിയും പാപിനിയെ രക്ഷിക്കുന്നതിൽ കാരുണ്യവും യേശു ഉപയോഗിക്കുന്നു. ഞാൻ ആവർത്തിക്കുക, പാപത്തെ ശപിക്കുന്നതിൽ നീതി, പാപിനിയെ സംരക്ഷിക്കുന്നതിൽ കാരുണ്യം. പാപം ഗൗരവമല്ലെന്നോ ദൈവം പാപികളെ ശിക്ഷിക്കുകയില്ലെന്നോ ഇവിടെ അർത്ഥമില്ല. പാപത്തിൽ പിന്തിരിയാനായി പാപികളോട് കാരുണ്യം കാണിക്കുന്നവനാണ് ദൈവം. പാപത്തിൽ പിന്തിരിയാനായി പാപികളോട് കാരുണ്യം കാണിക്കുന്നവനാണ്. പാപിനിയും പാപമില്ലാത്തൊരു മുഖാഭിമുഖം നിൽക്കുകയാണ്. അതെന്തിനാ? പാപിനിയെ മാനസാന്തരത്തിൽ ക്ഷണിക്കാൻ, അല്ലാതെ നീ ഇനിയും പാപം ചെയ്തെന്ന് പറയാനല്ല. യേശു ആരെയും ശിക്ഷാവിധിക്ക് വിധിക്കുന്നില്ലെങ്കിലും യോഹന്നാൻ 8:15 ലോകത്തെ ന്യായം വിധിക്കുന്നത് അവനായിരിക്കും. യോഹന്നാൻ 9:39 ശിക്ഷാവിധിയും ന്യായവിധിയും തമ്മിൽ അന്തരമുണ്ടെന്ന് കർത്താവ് ഇതിലൂടെ തെളിയിക്കുകയാണ്. ശിക്ഷാവിധി വേറെ, ന്യായവിധി വേറെ. അവൻ ന്യായം വിധിക്കും. ശിക്ഷാവിധിക്ക് ആരെയും അവൻ വിധേയമാക്കില്ല. പക്ഷെ എല്ലാവരെയും ന്യായവിധിക്ക് വിധേയമാക്കുന്ന അവനായിരിക്കും. ചുരുക്കത്തിൽ നമ്മൾ ഇപ്പം ഈ നോമ്പ് കാലത്ത് ഈ കർത്താവും നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ചയാണ്. നമ്മൾ പാപികൾ. ഈ സ്ത്രീയെ പോലെ തന്നെ പാപം ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അത്രയും ഉള്ളവോ ഗൗരവമില്ലാത്തതോ അതുപോലെ നമ്മൾ പാപികളാണ്. സ്ത്രീയെ ആസക്തിയോട് നോക്കിയാൽ വ്യഭിചാരം ചെയ്തു എന്നാണ് കർത്താവ് പറയണേ. അപ്പം കർത്താവിൻ്റെ വീക്ഷണത്തിൽ നമ്മളൊക്കെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അല്ലാണ്ടും മനസ്സുകൊണ്ടും ഒക്കെ പ്രവൃത്തി കൊണ്ടും ചെയ്തിട്ടുള്ളവരുണ്ടാകാം, പാപം ചെയ്തിട്ടുള്ളവരാണ്. നമ്മളും കർത്താവും തമ്മിലൊരു കൂടിക്കാഴ്ചയാണ്. കുമ്പസാരത്തിലും കുർബാനയിലൊക്കെ പരമപരിശുദ്ധനും പാപികളായ നമ്മളും കൂടിക്കാഴ്ച. എന്തിനത്? നമ്മളെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ. ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ അവൻ ക്ഷമിക്കുകയാണ്. അത് ഇനിയും പാപത്തിൽ തുടരാനല്ല, പാപത്തിൽ പിന്തിരിയാനാണ്. മേലിൽ പാപം ചെയ്യരുത്. ഈ നോമ്പ് കാലത്ത് കർത്താവ് നമ്മളോട് ഓരോരുത്തരും പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.